ഓക്കെ, ഇപ്പൊ എന്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, ഇപ്പൊ GST പോർട്ടലിന്റെ വെബ്സൈറ്റ് GST.gov.in. ഇതാണ് GST പോർട്ടലിന്റെ വെബ്സൈറ്റ്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. GST.gov.in. ഓക്കെ. ഇതാണ് GST പോർട്ടലിന്റെ ഹോം പേജ്. ഓക്കെ. ഇവിടെ രജിസ്റ്ററിന് ഒരു ടാബ് ഉണ്ട്, കാണുന്നുണ്ടോ? ഉം. ഇതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോവാ. അത് രജിസ്ട്രേഷൻ എങ്ങനെയാന്ന് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. 2 ഫോം ഉണ്ട്, അതൊക്കെ ഞാൻ രജിസ്ട്രേഷന്റെ ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് പോർട്ടലിന്റെ ഓവർവ്യൂ കാണിച്ചു തരാം, എവിടേക്ക് എന്തൊക്കെയാ ഉള്ളത് എന്ന്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അതിന്റെ തൊട്ടടുത്ത് ലോഗിൻ ബട്ടൺ ഉണ്ട്. നിങ്ങൾ ആൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ GST പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. പിന്നെ പുതിയ രജിസ്ട്രേഷൻ എടുത്തേ ഉള്ളൂ, ഫസ്റ്റ് ടൈം ആണ് GST പോർട്ടൽ ലോഗിൻ ചെയ്യണത് എങ്കിൽ ഇതിൽ ലോഗിനിൽ പോയിട്ട് ഇവിടെ താഴെ ഒരു ഇത് കണ്ടോ, ഇഫ് യു ആർ ലോഗിൻ ഫോർ ദ ഫസ്റ്റ് ടൈം ക്ലിക്ക് ഹിയർ. ഓക്കെ. ഓക്കെ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ ഐഡിയും പാസ്വേഡും നിങ്ങളുടെ ഇമെയിലിലേക്ക് വന്നിട്ടുണ്ടാവും, അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ. ഓക്കെ അല്ലേ? പിന്നെ ഹോം പേജില് താഴെ പോയ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, പുതിയ പുതിയ അപ്ഡേറ്റ് എന്താണോ GST ഉള്ളത് അതൊക്കെ ഈ പേജിൽ ഉണ്ടാവും. ഉം. പിന്നെ പോപ്പുലർ ഹെൽപ്പ് ടിപ്സ്, ഇത് FAQs, പോപ്പുലർ ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഹൗ ഡു ഐ ഫയൽ റിട്ടേൺ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? പിന്നെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്തുകൊണ്ട് പോയാൽ അപ്കമിങ് ഡ്യൂ ഡേറ്റ്സ്, ഏതൊക്കെ ഡ്യൂ ഡേറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പൊ GSTR1 എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ഓരോ മാസം 2 റിട്ടേൺ ഫയലിംഗ് വീതം ചെയ്യണം. ഒന്ന് GSTR1, പിന്നൊന്ന് GSTR3B. GSTR1 റിട്ടേൺ ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് നെക്സ്റ്റ് മന്ത് 11-ാം തീയതി. ഇപ്പൊ അതായത് മാർച്ചിലത്തെ റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് ഏപ്രിൽ 11-ാം തീയതിക്കുള്ളിലാണ്. ഓക്കെ. അതേപോലെ GSTR3B റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത് അടുത്ത മാസം 20-ാം തീയതിക്കുള്ളിൽ, മാർച്ചിന്റെ ഏപ്രിൽ 20-ാം തീയതിക്കുള്ളിൽ. അങ്ങനെ ഡ്യൂ ഡേറ്റ് ഏതൊക്കെയാണ് ഇപ്പൊ അടുത്ത് വരുന്നത് അതൊക്കെ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണിക്കും. പിന്നെ GST മീഡിയ, GSTയിൽ വരുന്ന GSTയുടെ തന്നെ യൂട്യൂബ് ചാനലാണ് അത്. ഓരോരോ അപ്ഡേറ്റ്സ് പിന്നെ അതിന്റെ റിലേറ്റഡ് ഓരോ ഇത് സർക്കുലേഴ്സ് വരുന്നത് ഇതൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ. പിന്നെ GST പോർട്ടൽ ഇത് ഹെൽപ്പ്, ഇതിലൊരു ഇതുണ്ട്, ഹെൽപ്പ് ആൻഡ് ടാക്സ് ഫെയർ ഫെസിലിറ്റീസ് പറയുന്നത്. അതിൽ പോയാൽ ഒരു ഗൈഡ് പോലെയാണ്, യൂസർ ഗൈഡ് പോലെ ഉണ്ടാവും, GST നോളേജ് പോർട്ടൽ. ഓക്കെ. അതിലെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ്, പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് GST റിലേറ്റഡ് അതുണ്ടാവും. പിന്നെ ഫയൽ റിട്ടേൺസ് ഓരോന്നിനെ പറ്റിയിട്ടും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. ക്വാർട്ടർലി ഉം. ആൻഡ് മന്ത്ലി റിട്ടേൺ പേയ്മെന്റ് എങ്ങനെ ചെയ്യുക, അത് ഓരോന്നിലും FAQ ഉണ്ടാവും, യൂസർ. ശരി, അപ്പോ ഈ ടാക്സ് പെയർ ഫെസിലിറ്റി എന്നുള്ള ഇതിൽ പോയാൽ നിങ്ങൾക്ക് കുറെ ഒരു ഗൈഡ് പോലെ, യൂസർ ഗൈഡ് പോലെ ഉണ്ടാവും. ഓരോന്നിലും യൂസർ മാനുവലും പിന്നെ FAQs, അതിന്റെ റിലേറ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ റെഫർ ചെയ്ത് നോക്കിയാൽ മതി, എല്ലാത്തിൻ്റെയും ഉണ്ടാവും. പിന്നെ സർവീസസിൽ ഇപ്പൊ പുതിയ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും പോവാ, അല്ലെങ്കിൽ സർവീസസിൽ പോയ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് ന്യൂ രജിസ്ട്രേഷന് ക്ലിക്ക് ചെയ്താലും നേരത്തെ വന്ന അതേ പേജ് തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷനിലേക്ക് പോവാം. പിന്നെ ട്രാക്ക് അപ്ലിക്കേഷൻ സ്റ്റേറ്റസ്, രജിസ്ട്രേഷൻ നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, അതിന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ പോകണം. പിന്നെ ഇപ്പൊ അപ്ലിക്കേഷൻ ഫോർ ഫയലിംഗ് ക്ലാരിഫിക്കേഷൻ, ഇപ്പൊ നിങ്ങൾ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു, അതില് GST ഡിപ്പാർട്ട്മെന്റിന് മെയിൽ വരികയാണ് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സോ എന്തെങ്കിലും മിസ്മാച്ച് ആവുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റുകാർ ഒരു നോട്ടീസ് അയക്കും. അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കാന് ഇത് ക്ലിക്ക് ചെയ്യാം. മനസ്സിലായി? ഇതൊക്കെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ.
പിന്നെ പേയ്മെന്റ്സ്, GST നമ്മൾ ടാക്സ് പേ ചെയ്യാൻ അതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് ക്രിയേറ്റ് ചലൻ. ചലൻ ജനറേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ GST പേയ്മെന്റ് ചെയ്യണത്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഇത് പേ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ITC യൂസ് ചെയ്തിട്ട് ITC ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് പേ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലേറ്റ് ഫീസ് പെനാൽറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ITC യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചലൻ ക്രിയേറ്റ് ചെയ്തിട്ട് നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ RTGS ഫോം യൂസ് ചെയ്തിട്ട് നെഫ്റ്റ് അങ്ങനത്തെയൊക്കെ വഴിയിൽ പേയ്മെന്റ് ചെയ്യാം. അതിന് ചലൻ ജനറേറ്റ് ചെയ്യണം. ഇപ്പൊ ലോഗിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ലോഗിൻ ചെയ്താല് ഇങ്ങനെ GSTIN ചോദിക്കില്ല കേട്ടോ. ഞാൻ ലോഗിൻ ചെയ്തിട്ടും കാണിച്ചു തരാം. പിന്നെ യൂസർ സർവീസസ്, അതിൽ HSN കോഡ് എന്ന് പറയും. അതായത് GST ഓരോ ഗൂഡ്സിനും സർവീസസിനും 4 ഡിജിറ്റ് 6 ഡിജിറ്റ് അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ കൊടുത്താല് ആ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഗൂഡ്സിനെയും സർവീസസിനെയും കാറ്റഗറൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻവോയ്സിൽ HSN കോഡ് ഉണ്ടാവണം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ സെൽ ചെയ്യണത് ആ പ്രോഡക്റ്റിന്റെ HSN കോഡ് ആ പ്രോഡക്റ്റിന്റെ നേരെ മെൻഷൻ ചെയ്യണം. മനസ്സിലാവുണ്ടോ? മനസ്സിലായി. ഇപ്പൊ ഇതിൽ പോയാൽ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. നെറ്റ് കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഒരു എക്സൽ ഷീറ്റിൽ നമുക്ക് കിട്ടും HSN കോഡ്, എന്തൊക്കെ പ്രോഡക്ട്സിന് ഏതൊക്കെയാണ് HSN കോഡ്, പിന്നെ സർവീസസിന് എന്തൊക്കെയാണ് കോഡ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ക്ലയൻസിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താലും മതിയാവും. നെറ്റ് ഭയങ്കര സ്ലോ ആണ്. ഇവിടെ HSN കോഡ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അറിയാം, പക്ഷെ അതിന്റെ HSN കോഡ് അറിയില്ല. HSN കോഡ് നമ്പർ അറിയണമെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇല്ല, പ്രോഡക്റ്റിന്റെ പേര് അടിച്ചു കൊടുക്കണം. നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതില് നമ്പർ അറിയുകയാണെങ്കിൽ HSN ഡയറക്റ്റ് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക. ഗൂഡ്സ് ആണോ സർവീസസ് ആണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗൂഡ്സ്, ഇപ്പൊ എന്ത് ഗൂഡ്സ് ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യണത്. ഇപ്പൊ ക്ലോത്ത്സ് എടുക്കാം. അതിൽ പലവിധമുണ്ട്. ക്ലോത്ത്സ്, ഡിഷ് ക്ലോത്ത്സ്, ഡസ്റ്റർ, ടെക്സ്റ്റൈൽ ഫാബ്രിക്, എങ്ങനത്തെ ഇതാണ്, അത് ഏതാണ് അതിന്റെ അപ്രോപ്രിയേറ്റ്, ഇതാണ് ഈ HSN കോഡ് എന്ന് പറയുന്നത്. ഈ 4 ഡിജിറ്റ് 6 ഡിജിറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഈ മുകളിൽ നമ്പർ കണ്ട്, ഇതാണ് HSN കോഡ് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഡൗൺലോഡ് HSN ഡയറക്ടറി ഇൻ എക്സൽ ഫോർമാറ്റ്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു എക്സൽ ഫോർമാറ്റിൽ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും. കണ്ട എക്സൽ ഷീറ്റ് കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് HSN കോഡ് ഉണ്ടാവുക. HSN കോഡ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ലൈവ് ആനിമൽസ് 01. ഓരോരോ ഇത് എന്താണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്, ഓരോരോ പ്രോഡക്ട്സിന് ഇവിടെ ഉണ്ടാവും. സർവീസസ് നെക്സ്റ്റ് ഷീറ്റിലുണ്ട്. ഓൾ സർവീസസ്, കൺസ്ട്രക്ഷൻ സർവീസ്, എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യണത് അതിന്റെ. ഇത് ഗൂഡ്സിന്റെ. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് HSN കോഡ് ഇതാക്കാം കേട്ടോ. ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തിയറി പഠിപ്പിച്ചതിൽ? റെഫർ ചെയ്ത് നോക്കിയോ ആ PPT? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, കഴിഞ്ഞതില് എനിക്കൊന്നും ഡൗട്ട് ഇല്ല. തനുജിത്ത്, പോയോ? നമ്മൾ ശരി, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴേ ആ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ ഈ HSN ഓർ മറ്റേ കോഡ് എന്തോ HSN കോഡ് അത് കമ്പൽസറി ആണോ? അതിൽ മെൻഷൻ ചെയ്തിരിക്കണമെന്നുണ്ടോ?
അതെ അതെ കമ്പൽസറി ആണ്. ആ ഗൂഡ്സ് നിങ്ങൾ എന്താണോ ഇതാക്കുക അതിന്റെ നേരെ ആ പ്രോഡക്റ്റിന്റെ HSN കോഡ് എൻ്റർ ചെയ്യണം. ഓക്കെ. ഞാൻ സാമ്പിൾ ഇൻവോയ്സ് കാണിച്ചു തരാം. ഇപ്പൊ ഇൻവോയ്സ് കാണുന്നുണ്ടോ? ഇൻവോയ്സ് കാണും. ഇങ്ങനെയാണ് ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവേണ്ടത്. ആദ്യം നിങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടാവണം, പിന്നെ അഡ്രസ്സ്, ഉം. പിന്നെ നിങ്ങളുടെ GST നമ്പർ, പിന്നെ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവണം, ഇൻവോയ്സ് ഡേറ്റ്, പിന്നെ സ്റ്റേറ്റ്, ഓ- പിന്നെ പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവേണ്ട പ്ലേസ് ഓഫ് സപ്ലൈ, ഏത് സ്റ്റേറ്റിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ റിസീവർ, നിങ്ങളുടെ കസ്റ്റമർ ആരാണ് ഉണ്ടാവുക അവരുടെ നെയിം, അഡ്രസ്, കസ്റ്റമർ GST രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ കസ്റ്റമറിന്റെ GST നമ്പർ ഉണ്ടാവണം, പ്ലേസ് ഓഫ് സപ്ലൈ, ഏത് സ്റ്റേറ്റിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്, പിന്നെ ഇത് ഗൂഡ്സ് ഡിസ്ക്രിപ്ഷൻ, അതിന്റെ HSN കോഡ്. ഇത് കണ്ടോ, ഓരോ ഗൂഡ്സിന് നേരിട്ട് അതിന്റെ HSN കോഡ് ഉണ്ട്. ക്വാണ്ടിറ്റി, റേറ്റ്, amount, പിന്നെ ഇത് റേറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അത് IGST ആണെങ്കിൽ IGST, അല്ലെങ്കിൽ CGST SGST ആണെങ്കിൽ അത് ഉണ്ടാവണം. ടോട്ടൽ വാല്യൂ, ടാക്സബിൾ വാല്യൂ ഉണ്ടാവണം, ടോട്ടൽ വാല്യൂ, ഇത് രണ്ടും ഉണ്ടാവണം കേട്ടോ. പിന്നെ ടോട്ടൽ എമൗണ്ട്, IGST കൂട്ടിയിട്ടുള്ള ടോട്ടൽ വാല്യൂ, ഇത് ഇത്രയും കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം ടാക്സ് ഇൻവോയ്സിൽ. ഓക്കെ. പിന്നെ ഇത് ഗ്രിവൻസ് അഗൈൻസ്റ്റ് പേയ്മെന്റിനുള്ളത്. ഇപ്പൊ നിങ്ങൾ GST പേയ്മെന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിന് പൈസ ഡെബിറ്റ് ആയി, പക്ഷെ GST അക്കൗണ്ടിൽ റിഫ്ലക്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാം. അതിനുള്ള ഇതാണ് അമൗണ്ട് ഡെബിറ്റ് ആയി, അക്കൗണ്ടിന് അമൗണ്ട് ഡെബിറ്റ് ആയി, പക്ഷെ ഇതിൽ റിഫ്ലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ല ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റൈസ് ചെയ്യാം. മനസ്സിലാവണ്ടോ? പിന്നെ യൂസർ സർവീസസ്, ഹോളിഡേ ലിസ്റ്റ് ഉണ്ട്, ലൊക്കേറ്റ് GST പ്രാക്ടീഷണർ. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും GST പ്രാക്ടീഷണർ എവിടെ ഉണ്ട് ഇതാക്കണമെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ അറിയണമെങ്കിൽ ഇത് GST പ്രാക്ടീഷണർ നമ്പർ അറിയാണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയിം ആൻഡ് ഏരിയ കൊടുത്താൽ നിങ്ങളുടെ നിയർ ബൈ ഏരിയയിൽ ആരെങ്കിലും GST പ്രാക്ടീഷണർ ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. നെയിം അറിയാണ്ടെങ്കിൽ നെയിം, അത് മാൻഡേറ്ററി ഇല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ്. ഇപ്പൊ ഞാൻ കേരള കൊടുക്കുകയാണ്, പാലക്കാട് പിൻകോഡ് സെർച്ച് ചെയ്താൽ GST പ്രാക്ടീഷണർ നിയർ ബൈ നിങ്ങളുടെ ആ ലൊക്കേഷൻ, പിൻകോഡ് മാൻഡേറ്ററി ഇല്ല, സ്റ്റേറ്റ് മാൻഡേറ്ററി. ഇപ്പൊ സ്റ്റേറ്റ് മാത്രം കൊടുത്താൽ കേരളത്തിലുള്ള എല്ലാ GST പ്രാക്ടീഷണറിന്റെ ഇത് വരും. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്യാം. നിയർ ബൈ നിങ്ങൾക്ക് ആരെയെങ്കിലും ഏതെങ്കിലും GST പ്രാക്ടീഷണറിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ഇതാ, ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ GST പ്രാക്ടീഷണറിന്റെ നെയിം കാണിക്കും, കാറ്റഗറി, അത് ഏത് ഗ്രാജുവേഷൻ, ഇപ്പൊ അഡ്വക്കേറ്റിന് GST പ്രാക്ടീഷണർ ആവാം, കോമേഴ്സ് ഗ്രാജുവേറ്റ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനാവാം, അങ്ങനെ കാറ്റഗറി കാണിക്കും. പിന്നെ എൻറോൾമെന്റ് നമ്പർ, ഇപ്പൊ GST നിങ്ങൾ ടാക്സ് പെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ എങ്ങനെ GST നമ്പർ കിട്ടും, അതുപോലെ GST പ്രാക്ടീഷണർ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ ഒരു എൻറോൾമെന്റ് നമ്പർ കിട്ടും, അവരുടെ എൻറോൾമെന്റ് നമ്പർ, പിന്നെ അഡ്രസ്, ഇമെയിൽ ID, ഇത് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതിപ്പോ നമ്മള് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യാമോ, അത് ടാക്സ് പ്രാക്ടീഷണറായിട്ട്? എങ്ങനെയാണ് അതിന്റെ? എങ്ങനെ? ടാക്സ് പ്രാക്ടീഷണറായിട്ട് എന്തെങ്കിലും എക്സാം ഉണ്ടോ, അത് വേറെ ഏതെങ്കിലും രീതിയിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ്? എക്സാം മുമ്പ് ഉണ്ടായിരുന്നു, ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം എക്സാംസ് ഇല്ല, എക്സാംസ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്ക് അറിയാനുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അത് ഞാൻ ഓ, എങ്ങനെ രജിസ്റ്റർ ഓക്കെ. ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ പോർട്ടലിൽ GST പ്രാക്ടീഷണറായിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓ, ഡിപ്പാർട്ട്മെന്റുകാർ അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മുമ്പ് അങ്ങനെയല്ല, ഓക്കെ. രജിസ്റ്റർ ചെയ്ത് 2 കൊല്ലത്തിനുള്ളിൽ എക്സാം ക്ലിയർ ചെയ്യണം, അങ്ങനെ ഉണ്ടായിരുന്നു റൂൾ. ഞാനൊക്കെ ഓക്കെ. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എക്സാം ഉണ്ടായിരുന്നു. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം എക്സാംസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഇതുപോലെ വരും.
ലോഗിൻ ചെയ്താൽ കുറച്ചും കൂടി ഓപ്ഷൻസ് കാണും. ഞാൻ ലോഗിൻ ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുവരെ ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ കുഴപ്പമില്ല. ഓക്കെ. ഞാൻ തിയറി കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് മെയിനായിട്ട് ഈ റിട്ടേൺ ഫയലിംഗ് പിന്നെ ഈ GST റെക്കൺസിലേഷൻ അതൊക്കെയാണ് എനിക്ക് ഐഡിയ ഇല്ലാത്തത്. ഞാൻ ചെയ്തത്. ആ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ. റിട്ടേൺ ഫയലിംഗ് എങ്ങനെ ചെയ്യേണ്ടത് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം. അതിന് ആദ്യം നിങ്ങൾ GST പോർട്ടലിൽ എവിടെയൊക്കെ എന്തൊക്കെ ഇതുണ്ട് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പോ പോർട്ടൽ കാണാമോ? ആ, കാണാം. ഓക്കെ. ഇപ്പോൾ GST പോർട്ടൽ ലോഗിൻ ചെയ്ത ഉടനെ ഇങ്ങനെയായിരിക്കും പേജ് കാണുക. ഇതിൽ GSTR ഓക്കെ. 1 GSTR 3Bയുടെ ഡീറ്റെയിൽസ് കാണും. ഗ്രീൻ കളറിലുള്ളതെല്ലാം റിട്ടേൺ ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞത്, ഫൈൽഡ്. ഓക്കെ. ഓക്കെ. ഓറഞ്ചിലുള്ളത് ഡ്യൂ ഡേറ്റ് ഉണ്ട്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, ഡ്യൂ ഡേറ്റ് അടുത്തുണ്ട്, ചെയ്യാനുള്ളത് പെൻഡിങ് ഉള്ളത്. ഇനി ഡ്യൂ ഡേറ്റ് ഓക്കെ. കഴിഞ്ഞു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ കാണിക്കും. ഓക്കെ. 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 ഇപ്പൊ ഇത് മന്ത്ലി പെയർ ആണ്. ഇതിലെല്ലാം നിങ്ങളുടെ നെയിം കാണിക്കും. പിന്നെ റിട്ടേൺ ഫയലിംഗ് ഇത് ഇപ്പൊ ഏപ്രിൽ ടു ജൂൺ മന്തിത്തെയാണ് 2025. മന്ത്ലി റിട്ടേൺ, ഇപ്പൊ ക്വാർട്ടർലി റിട്ടേൺ ഫയലർ ആണെങ്കിൽ ക്വാർട്ടർലി കാണിക്കും, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. മന്ത്ലി ഉള്ളത് ക്വാർട്ടർലി ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്വാർട്ടർലി ഉള്ളത് മന്ത്ലി ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ മന്ത്ലി റിട്ടേൺ ഫയലർ അത് ആണ് ഇപ്പൊ. അത് ആ അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചേഞ്ച് ചെയ്യാമോ? GST പ്രാക്ടീഷണേഴ്സിന് ചെയ്യാം, അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് ചെയ്യാം. അതല്ല, നിങ്ങളുടെ ഇപ്പൊ സപ്പോസ് ഒരു വലിയ കമ്പനിയാണെന്ന് വിചാരിക്കുക. അവർക്ക് ഒരു അറൌണ്ട് 20 crore മോർ റവന്യൂ ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അത് അവര് പറ്റില്ല. മന്ത്ലി ആ, അതാണ് ചോദിച്ചത്. ടേൺ ഓവർ 5 crore താഴെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ. ഒരുപാട് വലിയ കമ്പനീസ് ഒക്കെ മന്ത്ലി തന്നെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. ഓക്കെ. കൊടുത്തിട്ട് ഇപ്പോ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ല, ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ ഉണ്ടാവും. 3 മാസമാണ് ഒരു ക്വാർട്ടർ എന്ന് പറയുക. ഏപ്രിലില് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ആവും. ഏപ്രിൽ ടു ജൂൺ Q1 ക്വാർട്ടർ 1 ഫസ്റ്റ് ക്വാർട്ടർ. ഓക്കെ. പിന്നെ ജൂലൈ ടു സെപ്റ്റംബർ, ഒക്ടോബർ ടു ഡിസംബർ, ജാനുവരി ടു മാർച്ച്. അപ്പൊ ഒരു ക്വാർട്ടർ സ്റ്റാർട്ട് ആവണ മുമ്പ് ചേഞ്ച് ചെയ്യുക. ഇപ്പൊ ഏപ്രിൽ വിട്ടാല് പിന്നെ ഇടയില് മേല് ചേഞ്ച് ചെയ്യണം പറഞ്ഞാൽ ചേഞ്ച് ആക്കാൻ പറ്റില്ല. പിന്നെ ഈ ക്വാർട്ടറെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ജൂലൈ ടു സെപ്റ്റംബർ അത് ചേഞ്ച് ചെയ്യാം. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ക്വാർട്ടറിന് നടുവിൽ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡാഷ്ബോർഡിലേക്ക് പോവാം. ഇപ്പൊ പോയ ഇതിങ്ങനെ കാണിക്കും. അതില് ഫസ്റ്റ് ലോഗിൻ ചെയ്ത ഉടനെ ഇത് കാണിക്കുള്ളൂ, നമ്മുടെ GSTR 1 3B. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുക. ഇവിടെ വ്യൂ പ്രൊഫൈലിലുണ്ട്. ഇവിടെ പോയാൽ ഈ ബിസിനസ് കംപ്ലീറ്റ് പ്രൊഫൈൽ കാണിക്കും. ഇതിപ്പോ ക്ലയന്റിന്റെ ഡേറ്റ ആയതുകൊണ്ട് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് പോണില്ല. നിങ്ങൾക്ക് ക്ലിക്ക് ഓക്കെ. ചെയ്താൽ ആ ബിസിനസ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണിക്കും. പിന്നെ ഇത് ഓക്കെ. ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. 3 ലെഡ്ജർ ഉണ്ട്, 3 ടൈപ്പ് ലെഡ്ജർ. ഒന്ന് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. അത് പറഞ്ഞാൽ നിങ്ങളുടെ GST ലയബിലിറ്റി എത്രയുണ്ട്, ടാക്സ് പേ ചെയ്യാൻ പെൻഡിങ് എത്രയുണ്ട്, അത് ലയബിലിറ്റി ഓക്കെ. രജിസ്റ്ററിൽ കാണിക്കും. പിന്നെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതില് ഇപ്പൊ നിങ്ങളുടെ ക്യാഷ് ബാലൻസ്, ഇപ്പൊ ഞാൻ നേരത്തെ ചലൻ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സർവീസസിൽ പോയിട്ട് പേയ്മെന്റ്സിൽ പോയിട്ട് ക്രിയേറ്റ് ചലൻ. ആ ചലൻ യൂസ് ഓക്കെ. ചെയ്തിട്ട് ഇതൊരു GST ഒരു വാലറ്റ് പോലെയാണ്. പക്ഷെ GST വാലറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യില്ല, ലെഡ്ജറിനെ യൂസ് ചെയ്യുള്ളൂ. അപ്പോ വാലറ്റിൽ നിങ്ങൾ പൈസ ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യുമല്ലോ, അതുപോലെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം. ഇതിന് ഈ ചലൻ യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ക്യാഷ് ലെഡ്ജറിൽ എത്ര ആഡ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ കാണിക്കും. IGSTക്ക് എത്ര, CGST SGST എത്ര. പിന്നെ ക്രെഡിറ്റ് ഓക്കെ. ലെഡ്ജറിലാണ് നിങ്ങളുടെ ITC വരുന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്ത ടാക്സ് നിങ്ങൾക്ക് റീഫണ്ട് ക്ലെയിം എടുക്കാൻ പറ്റും. അത് എന്താണോ ക്ലെയിം എടുത്തിട്ടുള്ളത് ആ വാല്യൂ ഇവിടെ കാണിക്കും. IGST എത്ര, CGST എത്ര, SGST എത്ര. ഈ അമൗണ്ടിൽ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് റിവേഴ്സൽ ഓർ റീക്ലൈം സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ള ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റെഫർ ചെയ്യാൻ പറഞ്ഞിരുന്നു, നോക്കിയായിരുന്നോ? ഏതാണ്? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്.
ഇല്ല, നോക്കിയിട്ടില്ല. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്. ആ ഞാൻ ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് ജി എസ് ടിയിൽ ചില പ്രോഡക്ട്സിന്റെ മേലെ നമുക്ക് ITC എടുക്കാൻ പറ്റില്ല, ഇന്നെലിജിബിൾ ആയിരിക്കും, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ അങ്ങനെ ഓക്കെ. ഇന്നെലിജിബിൾ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ITC ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 100% amount നിങ്ങൾ റിട്ടേൺ അടയ്ക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓക്കെ. ഇത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ amount ഇവിടെ റിഫ്ലക്ട് ആവും. ഓക്കെ. പിന്നെ RCM പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇപ്പൊ അതായത് നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യണ ആള്, അതായത് നിങ്ങൾക്ക് ആരാണോ സപ്ലൈ ചെയ്യണത് ആ ആള് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കില്ല, അൺരജിസ്റ്റേർഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ GST രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ ഒരാളുടെ അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഗൂഡ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിന് നിങ്ങൾ GST amount പേ ചെയ്യുന്നില്ല, ഗൂഡ്സിന്റെ പൈസ മാത്രമേ പേ ചെയ്യണുള്ളൂ. പക്ഷെ ആ GST amount എന്താണോ ഉള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് പേ ചെയ്യണം. ഓക്കെ. മനസ്സിലായോ? അതാണ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം. നോർമൽ ഇതില് വെണ്ടർ രജിസ്റ്റേർഡ് ആയിരിക്കും. നിങ്ങൾ വെണ്ടറിന് ഗൂഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗൂഡ്സിന്റെ അമൗണ്ടിന്റെ കൂടെ GST amountഉം കൂടി പേ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ആ വെണ്ടറാണ് ആ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GSTനെ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുക. പക്ഷെ റിവേഴ്സ് ചാർജില് റെസിപ്പിയന്റ് ആണ് ഗവൺമെന്റിലേക്ക് GST പേ ചെയ്യണത്. ഓക്കെ. മനസ്സിലായോ? പിന്നീട് അത് ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെ എന്തെങ്കിലും പേ ചെയ്ത amount സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ റിഫ്ലക്ട് ആവും. ഓക്കെ. പിന്നെ നെഗറ്റീവ് ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് റെഗുലർ ടാക്സ് പെയർ, ഏതെങ്കിലും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മൈനസ് വാല്യൂ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും ലയബിലിറ്റി. പിന്നെ ഇവിടെ നോട്ടീസ് ആൻഡ് ഓർഡേഴ്സ്, എന്തെങ്കിലും നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇപ്പൊ SCN ഓക്കെ. പറഞ്ഞ ഷോ കോസ് നോട്ടീസ്, രജിസ്ട്രേഷൻ ടൈമിൽ എന്തോ നോട്ടീസ് വന്നിട്ടുണ്ട്, അമെൻമെന്റ് നോട്ടീസ് എന്തോ വന്നിട്ട് ഓർഡർ വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടീസ് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ താഴെ ഇവിടെ ഫയൽ റിട്ടേൺ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ഫയലിംഗിന്റെ പേജിലേക്ക് പോകും. അതിൽ ഓക്കെ. ആദ്യം ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഫിനാൻഷ്യൽ ഇയർ വേണോ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഏത് ക്വാർട്ടറിലാണ് റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത് ആ ക്വാർട്ടർ സെലക്ട് ചെയ്യാം. മന്ത് ഇപ്പൊ ഒരു ക്വാർട്ടറിൽ ഓക്കെ. 3 മാസം ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെർച്ച് കൊടുത്താല് റിട്ടേൺ ഫയലിംഗിന്റെ ഇത് ഓപ്പൺ ആയി കിട്ടും. GSTR1 റിട്ടേൺ ഫയലിംഗും 3B റിട്ടേൺ ഫയലിംഗും. അപ്പോൾ ഇവിടെ ഡ്യൂ ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളത്. ഇത് ഓൾറെഡി ഫയൽ ആയതുകൊണ്ട് ഫയൽഡ് എന്ന് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കാണിക്കും. ഇവിടെ സ്റ്റേറ്റസ് ഫയൽഡ്. അത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഓൾറെഡി ഫയൽ ചെയ്തത്. പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ 2 വിധമുണ്ട്, ഓൺലൈനും ഓഫ്ലൈനും. ഓൺലൈനായിട്ടും റിട്ടേൺ ഫയലിംഗ് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ടും ചെയ്യാം. അത് ഞാൻ റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരി. പിന്നെ റിട്ടേൺ ഫയലിംഗ് ഡാഷ്ബോർഡിലേക്ക് പോകാൻ സർവീസസിൽ പോയിട്ട് റിട്ടേൺസിൽ പോയ ഇവിടെ റിട്ടേൺ ഡാഷ്ബോർഡ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താലും സെയിം ആ പേജിൽ നിന്ന് ഓപ്പൺ ആവും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അല്ലാണ്ട് മുകളിൽ സർവീസസിൽ പോയിട്ട് ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, സർവീസസ് റിട്ടേൺസ് റിട്ടേൺ ഡാഷ്ബോർഡ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവണ ഇതാണ്. ഓക്കെ. പിന്നെ ട്രാക്ക് റിട്ടേൺ സ്റ്റേറ്റസ്. ആ എന്താ? ഇല്ല ഇല്ല, ഞാൻ അത് വായിച്ചതാ. ഓക്കെ, ട്രാക്ക് റിട്ടേൺ സ്റ്റേറ്റസ്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ട്രാക്ക് റിട്ടേൺസ് ഇപ്പോൾ നിങ്ങൾ GSTR1 ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വെക്കുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് ARN നമ്പർ അയച്ചു തരും സ്റ്റേറ്റസ് ട്രാക്ക് ചെയ്യാൻ. അപ്പൊ അതുണ്ടെങ്കിൽ അതിവിടെ ARN നമ്പർ കൊടുത്ത് ആ നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് കൊടുക്കുന്നത് വരുന്നില്ല. അല്ലെങ്കിൽ റിട്ടേൺ ഫയലിംഗ് പീരിയഡ്, ഏത് മന്തിലത്തെ റിട്ടേൺ ഫയലിംഗ് ട്രാക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തത് ട്രാക്ക് ചെയ്യുന്നതാണോ? അതെ അതെ, ഓൾറെഡി ഫയൽ ചെയ്തത് ട്രാക്ക് ചെയ്യാൻ. ഓക്കെ. ഇപ്പൊ ഞാൻ ഒരു ഫെബ്രുവരി മന്തിലത്തെ കൊടുക്കുകയാണ്.
ഫെബ്രുവരി ടു മാർച്ച് കൊടുക്കാം. ഇത് വരുന്നില്ല. റെക്കോർഡ്സ് ആണ് വരുന്നത്. സാധാരണ ഇവിടെ ടേബിളിൽ കാണിക്കും ട്ടോ അതിന്റെ സ്റ്റേറ്റസ്. ഇപ്പൊ ഇത് ഓൾറെഡി ഫയൽ ആയതുകൊണ്ട് ഇവിടെ കാണിക്കാത്തതാണ്. ഇപ്പൊ ഓക്കെ. നമ്മൾ സബ്മിറ്റ് ചെയ്തു, അതിന്റെ ഇത് ഫയലിംഗ് ആയിട്ടില്ല, സ്റ്റേറ്റസ് മനസ്സിലായി ഫയൽഡ് മനസ്സിലായി. കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിക്കും സ്റ്റേറ്റസ്. ഇപ്പൊ ഓൾറെഡി ഫയൽ ആയി കഴിഞ്ഞു. പെൻഡിങ് പെൻഡിങ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ അതെ, പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. ഓക്കെ. പിന്നെ ഇത് TDS, TCS, ITC ഫോം, ഇതൊക്കെ ഞാൻ ഓരോരോ ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. TDS ഒക്കെ ഓക്കെ. പ്രീമിയം പാക്കേജിൽ അതൊക്കെ ഉള്ളത്. TDS റിട്ടേൺ ഇപ്പൊ ഓൺലൈനിലൂടെ സെൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ആമസോൺ ഫ്ലിപ്കാർട്ടിലൂടെ സെൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ ആമസോൺകാര് ഒരു 1% TDS ആയിട്ട് ഡിഡക്ട് ചെയ്യും, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. എന്നിട്ട് അവര് റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ, ആമസോൺകാർ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് ആ പെർട്ടിക്കുലർ പേഴ്സന്റെ TDSൽ വന്ന് കിടക്കും. ഓക്കെ. അതായത് ഈ TDS അത് ഞാൻ ഇതിൽ പറഞ്ഞു തരും കേട്ടോ. അത് പക്ഷെ പ്രീമിയം പാക്കേജിലാണ് TDS ഇതൊക്കെ ഉള്ളത്. ദാറ്റ് മീൻസ് അത് ഇപ്പോ നമുക്കിതിന്റെ ക്രെഡിറ്റ് കിട്ടുമെന്നാണോ പറയുന്നത് GST ഫയൽ അതെ ചെയ്യുന്ന സമയത്ത്? അതെ അതെ, 1% എന്താണോ ആമസോൺകാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവുക, അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് പക്ഷെ കമ്പനിക്കല്ലേ പറ്റും. നമ്മളെ പോലെ ഇൻഡിവിജ്വൽസിന് അത് പറ്റില്ലല്ലോ. കമ്പനിക്കാര് അല്ല, ആമസോൺ വഴി എന്തെങ്കിലും വാങ്ങിച്ച അങ്ങനെയല്ല. ഇപ്പോ നിങ്ങൾ ആമസോൺ വഴി എന്തെങ്കിലും സപ്ലൈ ചെയ്യാണ്, ഗുഡ്സ് ഓക്കെ ഓക്കെ ബിസിനസ് ഓക്കെ. ചെയ്യുന്ന ഒരാളാണ്, ആമസോൺ വഴി നിങ്ങൾ സെൽ ആ ആ ചെയ്യാണ്. ആ. അപ്പോ ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ ടേൺ ഓവർ എന്താണോ അതിൽ നിന്ന് ഒരു 1% ആമസോൺകാർ ഡിഡക്ട് ചെയ്യും. അതൊരു ചെറിയ ഓക്കെ എമൗണ്ട് ഓക്കെ ആയിരിക്കും. ഓക്കെ. ചെറിയ ബിസിനസ്മാൻ ഒക്കെ പറയുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും, ഒരു 1000 2000 ഒക്കെ ഉണ്ടാവുള്ളൂ. വലിയ ബിസിനസ്മാനിന് അത് 1% പറയുമ്പോൾ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ ഓപ്റ്റ് ഇൻ ഫോർ ക്വാർട്ടർലി റിട്ടേൺ. ഇപ്പൊ മന്ത്ലി റിട്ടേൺ ക്വാർട്ടർലി റിട്ടേണിലേക്ക് ആക്കേണ്ടത് ഞാൻ കാണിച്ചു തന്നു. അത് ഡയറക്റ്റ് ആയിട്ട് പോവാൻ ഇതില് ഇങ്ങനെ പോയിട്ട് റിട്ടേൺസിൽ പോയിട്ട് ഓപ്റ്റ് ഇൻ ഫോർ ഇപ്പൊ മന്ത്ലി റിട്ടേണിലുള്ള ആള് ക്വാർട്ടർലിയിലേക്ക് മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഇത്. പിന്നെ ലെഡ്ജർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാഷ് ലെഡ്ജർ, ലയബിലിറ്റി രജിസ്റ്റർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അത് ഇവിടെ സർവീസസിൽ പോയിട്ട് ലെഡ്ജറിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ഹോം പേജിൽ ഉണ്ടാവും. ഓരോന്നായിട്ട് വ്യൂ ചെയ്യണമെങ്കിൽ ഇതിൽ പോവാം. ക്യാഷ് ലെഡ്ജർ. ഓക്കെ. ഓക്കെ. പിന്നെ ആനുവൽ റിട്ടേൺ, ഇയർലി വൺസ് GSTR 9 പറയുന്ന ഒരു റിട്ടേൺ ഫയലിംഗ് ചെയ്യണം. അത് 2 crore എക്സീഡ് ആവുകയാണെങ്കിൽ, ആനുവൽ ടേൺ ഓവർ 2 crore കൂടുതൽ ആവുകയാണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അല്ലാത്തവർക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ ഓക്കെ അതിന് ഓക്കെ സർവീസസിൽ പോയിട്ട് റിട്ടേൺസിൽ പോയിട്ട് ആനുവൽ റിട്ടേൺസ്. ഓക്കെ. പിന്നെ പേയ്മെന്റ്സ്, ഇത് പേയ്മെന്റ് ചെയ്യാനുള്ളത് ടാക്സ് പേയ്മെന്റ്, അത് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ ഫയലിംഗ് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആയി കിട്ടും. അല്ലാണ്ട് പോണെങ്കിൽ ചലഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് പോവാം, പേയ്മെന്റ് ചെയ്യാം. പിന്നെ യൂസർ സർവീസസിൽ പോയ മൈ സേവ്ഡ് ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ പകുതി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ഫിൽ ചെയ്യണമെങ്കിൽ ഇതിൽ പോവാം. പിന്നെ മൈ ആപ്ലിക്കേഷൻ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ വ്യൂ ചെയ്യണമെങ്കിൽ. പിന്നെ നോട്ടീസ് ഓർ ഓർഡേഴ്സ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, സെർച്ച് ഫോർ HSN കോഡ്, ഫീഡ്ബാക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, വ്യൂ മൈ സബ്മിറ്റഡ് LUTS. LUT പറയുമ്പോൾ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇപ്പോൾ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് 0% ആയിരിക്കും ടാക്സ് GST കളക്ട് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് GST കളക്ട് അത് ചെയ്യാൻ ചെയ്ത് പറ്റില്ല. തരാം, സമ്മാനപ്പെട്. ഞാൻ ഒരു 10 മിനിറ്റ് വരും.
ഹലോ, സനജിത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഡൗട്ട് ആയിരുന്നു. സനജിത്ത് ക്ലാസ് ഡിസ്റ്റർബ് ആവുകൊണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യോ? അപ്പോ എക്സ്പോർട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാര് ഇത് GST കളക്ട് ചെയ്യാൻ പറ്റില്ല. 0% ആയിരിക്കും GST. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് റീഫണ്ട് ക്ലെയിം ചെയ്ത് എടുക്കാം. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണോ ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവുക, സെൽ ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം കസ്റ്റമറുടെ കയ്യിൽ ടാക്സ് കളക്ട് ചെയ്യണില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ITC എന്താണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അപ്പൊ അത് എടുക്കണമെങ്കിൽ LUT പറയുന്ന ഒരു ഫോം ആണ്, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. അപ്പോൾ അതിന് ഓക്കെ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് അപ്ലോഡ് ചെയ്താലേ നമുക്ക് റീഫണ്ട് ഇതൊക്കെ കിട്ടുള്ളൂ. എക്സ്പോർട്ടേഴ്സിനുള്ള ഇതാണ് കേട്ടോ ഇത്. ഓക്കെ പിന്നെ എൻഗേജ് ഓർ ഡിസെൻഗേജ് GST പ്രാക്ടീഷണർ. GST പ്രാക്ടീഷണറിനെ നിങ്ങൾക്ക് ഇതായിട്ട് ഇതാക്കണമെങ്കിൽ ഇപ്പൊ എൻ്റെ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഇപ്പൊ ടാക്സ് പെയറിന് അങ്ങനെയെങ്കിൽ നിങ്ങൾ GST പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്ലയന്റിന്റെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റിട്ടേൺ ഫയലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡേറ്റ ഒക്കെ എൻറ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ ഫൈനൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ, ഫൈനൽ സബ്മിഷൻ ചെയ്യണമെങ്കിൽ ക്ലയന്റിന്റെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യണം. ക്ലയന്റ് OTP തന്നാൽ ഓക്കെ മാത്രമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഡേറ്റാസ് ആഡ് ഓക്കെ ചെയ്യാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ക്ലയന്റിന്റെ അക്കൗണ്ട് ആക്സസ് ചെയ്യാം, ഡേറ്റാസ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ പറ്റില്ല. അതിന് ക്ലയന്റിന്റെ അനുവാദം വേണം. ക്ലയന്റ് OTP തന്നാലേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ച്വലി ആ LUT ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഏത് LUT എന്നുള്ളത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് അത് കുറച്ച് എനിക്ക് മനസ്സിലായില്ല. അത് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 0% ആയിരിക്കും GST. അതെ ഓക്കെ ആ, അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ചെയ്യും, എക്സ്പോർട്ട് മാത്രമേ ചെയ്യുള്ളൂ, ഇന്ത്യയിലെ ലോക്കലിൽ സപ്ലൈ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള അതെ ആൾക്കാർക്ക് 0% GST വരുമ്പോൾ അവർക്ക് ടാക്സ് പേ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതെ അതെ അപ്പോ അവർ പർച്ചേസ് ചെയ്യണ എമൗണ്ട്, പർച്ചേസ് ചെയ്യുമ്പോൾ GST എന്താണോ പേ ചെയ്യുക അതിന്റെ ഇൻപുട്ട് ക്ലെയിം എടുത്തത് ആ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, റീഫണ്ട് എടുക്കാൻ ഓക്കെ പറ്റും. ഓക്കെ ഇൻപുട്ട് അപ്പൊ ടാക്സിന്റെ ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ വേണ്ടിയുള്ള അണ്ടർടേക്കിംഗ്. ഓക്കെ ആ മനസ്സിലായി. Yeah, it was ശരി. doubt.